അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തി. റെസ്റ്റിംഗ് ടൈം. ഷിസിയ ആർക്കോ ഫോൺ വിളിക്കുന്നുണ്ട്. ആ മാമി ഷിസിയ ആർക്കോ കാര്യമായിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. സിയോ ആർക്ക് ഫോൺ ചെയ്യുന്ന സിയ? ആർക്ക് ഫോൺ ചെയ്യുന്ന സിയ? ആർക്ക് ഫോൺ ചെയ്യുന്നത്? ഹലോ ആർക്ക്? ആരാ വിളിക്കുന്ന വാവാ? റോങ് നമ്പർ പറ. അങ്ങനെ പിറ്റേന്ന് സൺഡേ മോർണിംഗ് നമ്മൾ എണീറ്റ് രാവിലെ തന്നെ എണീറ്റപ്പാടെ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് പുറത്തേക്കൊക്കെയുള്ള ഒരു വ്യൂസൊക്കെ കണ്ട് കുറച്ച് സമയം നോക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. 10 o'clock ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവും. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ പോവാനിറങ്ങി. എവിടെ പോകും നമ്മള്? ടാറ്റ. ആരെത്തി? ആ ഓക്കെ ഗോ. റണ്ണിങ് അച്ഛൻ റണ്ണിങ്. ആ കറക്റ്റ് 12 o'clock നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. റൂം വെക്കേറ്റ് ചെയ്തിട്ട് കീ അവർക്ക് കൊടുക്കണം. അപ്പോൾ 12 o'clock പോകണമെങ്കിൽ ഒരു 10 o'clock ഫുഡ് കഴിച്ചിട്ട് 11 o'clock അവിടെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തണം. 11 o'clock ഇറങ്ങിയാൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിലെങ്കിലും നമ്മുടെ റൂം കണ്ടുപിടിക്കാൻ പറ്റും. റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഇന്നലെ പോയതല്ലേ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല മക്കളെ. നമ്മൾ എന്തായാലും വട്ടം തിരിഞ്ഞു പോവും. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ മാപ്പൊക്കെ നോക്കുന്നുണ്ട്. കണ്ടവരോടൊക്കെ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ദ പവിലിയൻ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് പോകേണ്ടത്. ഒരുവിധം നമ്മൾ വട്ടം കറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തി. ഇവിടെ മൊത്തത്തിൽ ആദ്യം ഒന്ന് നമ്മൾ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി എന്തൊക്കെ ഫുഡുള്ളതെന്നൊന്ന് നോക്കി വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കി. നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പൊറോട്ടയും പിന്നെ കടലക്കറിയാണ് ഉണ്ടായത്. കടലക്കറി വൈറ്റ് കടലാണ്, മറ്റേ നമ്മുടെ ചുവന്ന കടലല്ല, വൈറ്റ് കടലക്കറിയാണ് ഉണ്ടായത്. പിന്നെ ഓംലേറ്റ് നമുക്ക് വേണ്ടുന്ന സമയത്ത് സ്പോട്ടിന് അവർ ഓംലേറ്റും ബുൾസ് എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ചായ കുടിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. കാരണം എനിക്ക് ചായ അത്ര ഇഷ്ടമായില്ല. ഇന്നലെ നൈറ്റിൽ ചായ നല്ല അടിപൊളിയായിരുന്നു. കാർഡമമിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോർണിംഗ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവർ മിൽക്ക് ഒരു സെപ്പറേറ്റ്, ചായ സെപ്പറേറ്റ്, അങ്ങനെ ഓരോരോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഷുഗർ ചേർത്തിട്ട് കുടിക്കണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ട് നമുക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ കറക്റ്റ് 11 സംതിങ് ഒക്കെ ആയപ്പോൾ റൂമിലെത്തി. അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ റൂം നല്ല നീറ്റാക്കി കൊടുക്കണം. നമ്മൾ ഉണ്ടായതുപോലെ തന്നെ ഏകദേശം അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി. കപ്പലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് റിസപ്ഷൻ വരുന്നത്. അങ്ങനെ നല്ല വെയിലായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. കപ്പലിൻ്റെ അകത്തുനിന്ന് ഇതൊന്നും ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റിസപ്ഷൻ ഏരിയയിലെത്തി നമ്മുടെ ID കാർഡൊക്കെ കൊടുത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ബൈ ക്യൂൻ എലിസബത്ത്. അടുത്ത ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു ഗൈസ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ ദാ പിടിച്ചോ സിയുൻ്റെ വക ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറ. ബൈ ബൈ, ലവ് യു. അയ്യോ ഒന്നുകൂടി പറഞ്ഞ